നമസ്കാരം, വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക് ആയിട്ടാണ് വന്നിട്ടുള്ളത്, കേട്ടറ്റ് നാച്ചുറൽ സയൻസിന് വേണ്ടിയിട്ട് അല്ലെ. അപ്പോൾ കേട്ടറ്റ് നാച്ചുറൽ സയൻസിന്റെ സിലബസ് നമുക്ക് നോക്കുമ്പോൾ അറിയാം, അതിനകത്ത് കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിനകത്ത് കൂടുതലും എന്താണ്, നമ്മുടെ +1 +2 സിലബസിനെ ബേസ് ചെയ്തിട്ടാണ് അതിനകത്ത് സിലബസ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അപ്പൊ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളതാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ക്രാക്ക് ചെയ്യാൻ എളുപ്പമുള്ള ഒരു എക്സാം ആണ് കേട്ടറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരുമിച്ച് പഠിച്ചു തുടങ്ങാം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ നമുക്കറിയാം, ഹ്യൂമൻസ് ആർ സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗൻസ് ആണ് ആൻഡ് വിവിപാരസ് ഓർഗാനിസം. എന്താണ് ഹ്യൂമൻസ് ആർ സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് എന്ന് പറയാൻ കാരണം? സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് എന്ന് പറയുന്നത് ബൈ ഫോർമേഷൻ ഓഫ് ഗ്യാമീറ്റ്സ് അല്ലെ, ഗ്യാമീറ്റ്സ് ഉൽപ്പാദിപ്പിക്കുന്നത് വഴിയുള്ള റീപ്രൊഡക്ഷൻ ആണ് ആരുടെ എന്ന് പറയുന്നത്? ഹ്യൂമൻസിന്റെ എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഗ്യാമീറ്റ്സ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള ഗ്യാമീറ്റ്സ് ആണ് ആർക്കുള്ളത്? ഹ്യൂമൻസിനുള്ളത്. ഒന്ന് മെയിൽ ഗ്യാമീറ്റും രണ്ട് ഫീമെയിൽ ഗ്യാമീറ്റും ആണ്. ഈ മെയിൽ ഗ്യാമീറ്റിനെ പറയുന്ന പേരാണ് എന്ത്? സ്പേംസ് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ മെയിൽ ഗ്യാമീറ്റിനെ പറയുന്ന പേരാണ് സ്പേംസ്, അതുപോലെ ഫീമെയിൽ ഗ്യാമീറ്റിനെ പറയുന്ന പേരാണ് എഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മെയിൽ ഗ്യാമീറ്റ് ആയിട്ടുള്ള സ്പേമും ഫീമെയിൽ ഗ്യാമീറ്റ് ആയിട്ടുള്ള എഗ്ഗും കൂടെ ഫ്യൂസ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? സൈഗോട്ട് ആയിട്ട് മാറുന്നത്. ഈ സൈഗോട്ട് പിന്നെ ഫെർദർ ഡെവലപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ എന്തായിട്ട് മാറുന്നത്? എംബ്രിയോ അല്ലെങ്കിൽ ഫീറ്റസ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് അവരുടെ ആ ഒരു ഹ്യൂമൻസിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്തുണ്ടാക്കുന്നു? അവര് ഈ ഒരു ഗ്യാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ സ്പേംസും എഗ്ഗും പ്രൊഡ്യൂസ് ചെയ്ത് അവരുടെ ഫ്യൂഷൻ വഴിയാണ് എന്താണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള റീപ്രൊഡക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് എന്ന് പറയുന്നത്. ഇനി സ്പേമും എഗ്ഗും കൂടെ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ. നമുക്കറിയാം, ആ ഒരു ഫ്യൂഷനെ പറയുന്ന പേര് ഫെർട്ടിലൈസേഷൻ. അപ്പൊ അതാണ് ഫസ്റ്റ് പോയിന്റ്, ഹ്യൂമൻസ് ആർ സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ആൻഡ് ആർ വിവിപാരസ്. എന്താണ് വിവിപാരസ് എന്ന് പറയുന്നത്? വിവിപാരസ് എന്ന് പറയുന്നത് ദോസ് ഹു ഗേവ് ബർത്ത് ടു യങ് വൺസ് അല്ലെ. അവരെന്ത് ചെയ്യുന്നു? കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ജീവികളാണ് ആരെന്ന് പറയുന്നത്? മനുഷ്യരെന്ന് പറയുന്നത് ആണല്ലോ. അപ്പൊ അങ്ങനെയുള്ളവരാണ് വിവിപാരസ്. എന്നാൽ ഇതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഓപ്പോസിറ്റ്, വിവിപാരസിന്റെ ഓപ്പോസിറ്റ് ആണ് ഒവിപാരസ് എന്ന് പറയുന്നത്. ഒവിപാരസ് എന്ന് പറയുന്നത് എന്താണ്? മുട്ടയിടുന്നവരാണ് അല്ലെ. ബേർഡ്സ് ഒക്കെ ഒവിപാരസ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ അവരൊക്കെ എന്താണ്? മുട്ടയിടുന്നവരാണ്, എഗ് ലേയിങ് ആയിട്ടുള്ള ആൾക്കാരാണ് ഒവിപാരസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഹ്യൂമൻസ് എന്താണ്? വിവിപാരസ് ആണ്. ഓക്കെ, അപ്പൊ സോ ഹ്യൂമൻസ് ആർ സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസംസ് ആൻഡ് വിവിപാരസ് ആണ്. നെക്സ്റ്റ്, റീപ്രൊഡക്ഷൻ ഈസ് എബിലിറ്റി ടു റീപ്രൊഡ്യൂസ് ഇൻഡിവിജ്വൽ ഓഫ് ദ സെയിം സ്പീഷീസ്. നമുക്കറിയാം, ഒരു സെയിം സ്പീഷീസിലുള്ള ഒരാളെ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കഴിവിനെയാണ് നമ്മൾ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മുടെ ഹ്യൂമൻസിന്റെ റീപ്രൊഡക്ഷനകത്ത് കുറെ ഇവന്റ്സ് ഉണ്ടാവും, കുറെ സ്റ്റെപ്സ് ഉണ്ടാവും. ഈ ഓരോ സ്റ്റെപ്പ് വഴിയാണ് നമ്മുടെ ആ ഒരു റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഓരോ റീപ്രൊഡക്ഷൻ ഇവന്റ്സ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്യാമിറ്റോജനസിസ് ആണ്. സെക്കൻഡ് വൺ ഇൻസെമിനേഷൻ, തേർഡ് വൺ ഫെർട്ടിലൈസേഷൻ, ദെൻ ഇംപ്ലാന്റേഷൻ, ഗെസ്റ്റേഷൻ, നെക്സ്റ്റ് വൺ ലാസ്റ്റ് വൺ ഡെലിവറി ഓർ പാർച്ചുറേഷൻ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷന്റെ എന്തെന്ന് പറയുന്നത്? പലതരത്തിലുള്ള സ്റ്റെപ്സ് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഇവന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഓരോ ഇവന്റ്സും എന്താണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്? നമ്മൾ പറഞ്ഞു ഗ്യാമിറ്റോജനസിസ് ആയിരുന്നു അല്ലെ. അപ്പൊ എന്താണ് ഗ്യാമിറ്റോജനസിസ് എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ ഫോർമേഷൻ ഓഫ് ഗ്യാമീറ്റ്സ്. ഗ്യാമീറ്റ്സ് ഉണ്ടാവുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഗ്യാമിറ്റോജനസിസ്. ജനസിസ് എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഫോർമേഷൻ എന്നാണ്. അപ്പൊ ഗ്യാമെറ്റോജനസിസ് മീൻസ് ഗ്യാമീറ്റ്സിന്റെ ഫോർമേഷൻ, അതിനെയാണ് ഗ്യാമെറ്റോജനസിസ് എന്ന് പറയുന്നത്. അപ്പോ ഗ്യാമിറ്റോജനസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫോർമേഷൻ ഓഫ് ഗ്യാമീറ്റ്സ് ആണ്. മെയിൽ ഗ്യാമീറ്റ്സിനെ പറയുന്ന പേരെന്താണ്? സ്പേംസ് എന്നും ഫീമെയിൽ ഗ്യാമീറ്റ്സിനെ പറയുന്ന പേര് എഗ് അല്ലെങ്കിൽ ഓവം എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഫോർമേഷൻ ഓഫ് സ്പേം ഈസ് നോൺ ആസ് സ്പെർമാറ്റോജനസിസ്. അപ്പൊ ഈ ഗ്യാമീറ്റ്സിൽ തന്നെ ഗ്യാമറ്റോജനസിസ് നമ്മൾ പറഞ്ഞു, എഗ്ഗും ഉണ്ടാവുന്നു സ്പേംസും ഉണ്ടാവുന്നു. ഇവരെ രണ്ടുപേരെയും കൂടെ കോമൺ ആയിട്ട് നമ്മൾ ഗ്യാമറ്റോജനസിസ് എന്ന് പറയുന്നു. എന്നാൽ സ്പേംസിന്റെ ഫോർമേഷൻ എന്താണ് അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ സ്പെർമാറ്റോജനസിസ് എന്നും, എഗ് അല്ലെങ്കിൽ ഓവത്തിന്റെ ഫോർമേഷൻ അറിയപ്പെടുന്ന പേര് oogenesis എന്നുമാണ്. ഓക്കെ, അപ്പൊ oogenesis എന്നും സ്പെർമാറ്റോജനസിസ് എന്നുമാണ്. ഫോർമേഷൻ ഓഫ് സ്പേം ഈസ് നോൺ ആസ് സ്പെർമാറ്റോജനസിസ് ആൻഡ് ഫോർമേഷൻ ഓഫ് എഗ് ഈസ് നോൺ ആസ് എന്താണ്? oogenesis ആണ്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പൊ ഗ്യാമീറ്റ്സ് ഒക്കെ ഫോം ചെയ്തു.
ഇനി എന്താ സംഭവിക്കുന്നത്? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻസെമിനേഷൻ എന്ന് പറയുന്ന പ്രോസസ് ആണ്. അപ്പോൾ ഇൻസെമിനേഷൻ എന്ന് പറയുന്ന പ്രോസസ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് സ്പേംസ് ഇൻടു ദ ഫീമെയിൽ ജെനിറ്റൽ ട്രാക്ട്. അപ്പൊ നമുക്കറിയാം ഫീമെയിൽസില് ഇന്റേണൽ ഡെവലപ്മെന്റ് ആണ് നടക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എവിടെയാണ്? ഒരു ഫീമെയിൽ ബോഡിക്കുള്ളിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഫെർട്ടിലൈസേഷൻ മീൻസ് എന്തായിരുന്നു? ഞാൻ പറഞ്ഞു, ഫീമെയിൽ ഗ്യാമീറ്റും മെയിൽ ഗ്യാമീറ്റും കൂടെ കമ്പൈൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹ്യൂമൻസിന്റെ കേസിൽ എന്താണ്? ഫീമെയിൽ ബോഡിക്കുള്ളിലാണ് എന്ത് നടക്കുന്നത്? ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അപ്പോ ഇവിടെ മെയിൽ ഗ്യാമീറ്റ് മെയിൽ ബോഡിയിലും ഉണ്ടായി, ഫീമെയിൽ ഗ്യാമീറ്റ് ഫീമെയിൽ ബോഡിയിലും ഉണ്ടായി. ഇനി അവർ ഫ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമുക്കറിയാം മെയിൽ ഗ്യാമീറ്റ് ആയിട്ടുള്ള സ്പേംസ് ഫീമെയിൽ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യണം. അപ്പോൾ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രോസസ് ആണ് ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് സ്പേംസ്. ആ സ്പേംസിനെ ഫീമെയിൽ ജെനിറ്റൽ ട്രാക്ട് അല്ലെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലോ വജൈന ഓഫ് ദ ഫീമെയിൽസിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻസെമിനേഷൻ എന്ന് പറയുന്ന പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫെർട്ടിലൈസേഷൻ ആണ്. അപ്പൊ നമുക്കറിയാം ഇനി ഫീമെയിൽ ബോഡിക്കുള്ളിൽ നമ്മുടെ സ്പേംസും ഉണ്ട്, എഗ്ഗും ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഇവർ തമ്മിൽ ഫ്യൂഷൻ നടക്കുക എന്നുള്ള സ്റ്റെപ്പ്, അതാണ് ഇത് ഫെർട്ടിലൈസേഷൻ. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് എ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ്. അതിന്റെ ഫലമായിട്ട് ആരാണ് ഉണ്ടാവുന്നത്? സൈഗോട്ട് ആണ് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പൊ സൈഗോട്ടിന്റെ ക്രോമസോമൽ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? ഹാപ്ലോയിഡ് ആയിരിക്കും. ഓക്കെ, ഡിപ്ലോയിഡ് ആണ്. നമ്മുടെ എഗ്ഗിനകത്ത് എഗ് ആണെങ്കിലും സ്പേം ആണെങ്കിലും അവരുടെ ക്രോമസോമൽ നമ്പർ എന്ന് പറയുന്നത് N ആണ്. ദാറ്റ് മീൻസ് ഹാപ്ലോയിഡ് ആണ് കേട്ടോ, ഹാപ്ലോയിഡ് ആണ്. പക്ഷേ ഇവര് ചേർന്ന് ഉണ്ടാവുന്ന ഈ സൈഗോട്ട് എന്ന് പറയുന്നത് അവരുടെ ക്രോമസോം സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? 2N ആണ്. ദാറ്റ് മീൻസ് എന്താണ്? ഡൈപ്ലോയിഡ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആണ്. ഓക്കെ, അപ്പൊ ഡൈപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സൈഗോട്ട് ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ N എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, N എന്ന് പറയുമ്പോൾ എന്താണ്? ക്രോമസോം നമ്പർ 23, അതാണ് N എന്ന് പറയുന്നത്. 2N എന്ന് പറയുമ്പോൾ 46 ആയിരിക്കും. ഓക്കെ, അപ്പൊ എഗ്ഗിനകത്താണെങ്കിലും സ്പേമിനകത്താണെങ്കിലും ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് 23 ആയിരിക്കും. നമ്മുടെ ഹാപ്ലോയിഡ് ആണ്, ഹാഫ് സെറ്റ് ഓഫ് ക്രോമസോംസ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. നെക്സ്റ്റ് വൺ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്. ഇംപ്ലാന്റേഷൻ എന്താണ്? It is the attachment of blastocyst on the inner wall of the uterus. It is known as implantation. അപ്പോ നമ്മൾ ഇപ്പൊ ഏത് സ്റ്റേജ് വരെ എത്തി നിൽക്കുകയാണ്? നമുക്കറിയാം ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കഴിഞ്ഞു. നമ്മുടെ എഗ്ഗും സ്പേമും തമ്മിൽ ഫ്യൂസ് ചെയ്തതിന്റെ ഫലമായിട്ട് സൈഗോട്ട് ഉണ്ടായി ആണല്ലോ. അപ്പൊ ഈ സൈഗോട്ടിനെ എന്ത് ചെയ്യും? കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. ഈ ഡിവൈഡ് ചെയ്ത് ഒരു 8 12 അല്ലെങ്കിൽ 32 സ്റ്റേജ് വരെയൊക്കെ, ഒരു 36 അത്ര വരെയൊക്കെ ഉള്ള ഒരു ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജിനെയാണ് നമ്മളൊരു ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ കുറെ ഒന്ന് ഡിവൈഡ് ചെയ്ത് കുറെ ആവുമ്പോൾ ആ ഒരു സ്റ്റേജിനെ നമ്മൾ ബ്ലാസ്റ്റോസിസ്റ്റ് എന്നാണ് ഈ ഒരു സൈഗോട്ടിനെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു സൈഗോട്ടാണ് പിന്നെ എവിടെ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്? നമ്മുടെ യൂട്രസിന്റെ ഇന്നർ വോളിൽ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുമ്പോഴാണ് ആക്ച്വലി അവിടെ ഒരു പ്രഗ്നൻസി എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ബ്ലാസ്റ്റോസിസ്റ്റ്? ആക്ച്വലി ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന സൈഗോട്ട് ആണ്. ആ സൈഗോട്ട് എന്ത് ചെയ്യുന്നു? കുറെ ഡിവൈഡ് ചെയ്തിട്ട് അതിനുള്ളിൽ സൈഗോട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സിംഗിൾ സെല്ലാണ് അല്ലെ. ആ സിംഗിൾ സെൽ എന്താണ്? ഒരു സെല്ല് 2 ആവുന്നു, 2 4 ആവുന്നു, 6 ആവുന്നു, 8 ആവുന്നു, ഇങ്ങനെ 8 16 ആവുന്നു, 16 32 ആവുന്നു, ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ആ സെല്ല്. അപ്പൊ ആ സെല്ല് ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജ്. ആ സ്റ്റേജ് ആണ് എന്ത് ചെയ്യുന്നത്? അവിടെ വന്ന് ആ ഒരു സെല്ലാണ് അവിടെ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, ആ കുറെ കൂട്ടം ഓഫ് സെൽസ് ആണ് അവിടെ വന്ന് നമ്മുടെ യൂട്രസിൽ വന്ന് എന്ത് ചെയ്യുന്നത്? അറ്റാച്ച് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പിക്ചറൊക്കെ കാണിച്ച് ഞാൻ പഠിപ്പിച്ചു തരും. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. ഓക്കെ, അപ്പോൾ യൂട്രസിന്റെ ഇന്നർ വോളിലാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പൊ യൂട്രസിന്റെ ഇന്നർ വോളിനെ പറയുന്ന പേരെന്താണ്? എൻഡോമെട്രിയം ആണ് കേട്ടോ. അപ്പൊ എൻഡോമെട്രിയം എന്ന് പറയുന്ന യൂട്രസിന്റെ ഇന്നർ വോളിൽ അറ്റാച്ച് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഗസ്റ്റേഷൻ. ഗസ്റ്റേഷൻ ദാറ്റ് മീൻസ് എന്താണ്? ഈ ഒരു പ്രഗ്നൻസി പീരീഡ്, അതിനെയാണ് ഗസ്റ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു പീരീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് എന്താണ്? നമുക്കറിയാം മനുഷ്യനില് ഹ്യൂമൻസിന് ഗസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 9 months ആണ് അല്ലെ. ഏകദേശം ഒരു 9 months 9 days ഒക്കെയാണ് ഹ്യൂമൻസിന്റെ ഗസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആ യൂട്രസിനുള്ളിൽ, ഗർഭപാത്രത്തിനുള്ളിൽ കുഞ്ഞിന്റെ
ആ ഒരു കംപ്ലീറ്റ് ഗ്രോത്ത് നടക്കുന്ന ആ ഒരു പീരീഡ്, ഡെവലപ്മെന്റ് നടക്കുന്ന ആ ഒരു പീരീഡിനെയാണ് നമ്മൾ ഗസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത്. എംബ്രിയോണിക് ഡെവലപ്മെന്റ് വിത്തിൻ ദ യൂട്രസ് ഓഫ് ദ മദർ ഈസ് കോൾഡ് ഗസ്റ്റേഷൻ. അതൊരു 9 months ആണ്. പിന്നെന്താണ്, അല്ലെങ്കിൽ നമുക്ക് വേറൊരു പേര് പറയാം, ഈസ് എ ഡ്യൂറേഷൻ ബിറ്റ്വീൻ ഫെർട്ടിലൈസേഷൻ ആൻഡ് പാർച്ചുറേഷൻ. ഫെർട്ടിലൈസേഷനും പാർച്ചുറേഷനും ഇടയിലുള്ള ഒരു പീരീഡ് ആണ് ഗസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു പീരീഡ് എന്ന് പറയാം. പാർച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഡെലിവറി ആണ് കേട്ടോ. അപ്പൊ ആ ഡെലിവറിക്കും ആ ഫെർട്ടിലൈസേഷനും ഇടയിലുള്ള ഒരു പീരീഡ് ആണ് ഏത്, നമ്മുടെ ഗസ്റ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു പീരീഡ്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് പാർച്ചുറേഷൻ. പാർച്ചുറേഷൻ എന്താണ്, ഡെലിവറി ഓഫ് ദ ബേബി, കുഞ്ഞ് പുറത്തോട്ട് വരുന്ന ആ ഒരു പ്രോസസ്സാണ് ഏതെന്ന് പറയുന്നത്, ഡെലിവറി അല്ലെങ്കിൽ പാർച്ചുറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പം ഇത്രയുമാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഇവന്റ്സിലുള്ള ഇവന്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്സ്. ഫസ്റ്റ് വൺ ഗ്യാമറ്റോജെനസിസ്, സെക്കൻഡ് വൺ എന്താണ് ഇൻസെമിനേഷൻ, പിന്നെ ഫെർട്ടിലൈസേഷൻ, നെക്സ്റ്റ് വൺ ഇംപ്ലാന്റേഷൻ, അത് കഴിഞ്ഞിട്ട് എന്താണ് ഗസ്റ്റേഷൻ, പിന്നെ പാർച്ചുറേഷൻ. ഓക്കെ, അപ്പോ ഇത് ചിലപ്പോൾ ഓർഡർ മാറ്റിയൊക്കെ തരാം. അപ്പൊ നമ്മൾ കറക്റ്റ് ആക്കിയൊക്കെ എഴുതണം. ഓക്കെ, next, all these reproductive events only occur after the puberty. അപ്പോൾ puberty എന്ന് പറയുന്ന ഒരു ഏജ് ആയാൽ, അല്ലെങ്കിൽ puberty attain ചെയ്യുമ്പോൾ, പ്രായപൂർത്തി ആകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഈ ഒരു റീപ്രൊഡക്റ്റീവ് ഇവന്റ്സ് ഒക്കെ തന്നെ നമ്മുടെ ബോഡിയിൽ നടക്കുന്നത്. These are the remarkable difference between the reproductive events in the male and female. അപ്പൊ ഈ ഒരു ഫീമെയിൽസിന്റെ കേസിൽ ഇത്തരത്തിലുള്ള ഈ റീപ്രൊഡക്റ്റീവ് ഇവന്റ്സ് ഒക്കെ puberty കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്നിട്ടാണ് അത് ആരംഭിക്കുന്നത്. പക്ഷേ മെയിൽസിൽ കുറെ വ്യത്യാസങ്ങൾ ഉണ്ട്. ഓക്കെ, ദ സ്പെർം ഫോർമേഷൻ കണ്ടിന്യൂസ് ഇൻ ഓൾ മെൻ, ബട്ട് ഫോർമേഷൻ ഓഫ് ഓവം oogenesis ceases in women only at the age of 50. അപ്പോൾ സ്പെർമാറ്റോജെനസിസ് അല്ലെങ്കിൽ സ്പെർം ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എപ്പോഴാണ്, ഓൾഡ് ആയിട്ടുള്ള പീപ്പിൾസിനും ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ഫീമെയിൽസിന്റെ കേസിൽ എന്താണ്, ഒരു 50 ഏജസ് ഒക്കെ ആവുമ്പോഴത്തേക്കും എന്താണ്, യൂജെനസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ് എന്ത് ചെയ്യും, അവർക്ക് സ്റ്റോപ്പ് ചെയ്യുന്നു. മീനോപോസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിൽ എന്ത് ചെയ്യുന്നു, അവർ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പൊ മീനോപോസും മീനാർക്കും എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ ഇനി നമ്മൾ ഇതിന്റെ ഓരോ ഡീറ്റെയിൽസും വളരെ വ്യക്തമായിട്ട് നമ്മൾ ഇനി പഠിക്കാൻ പോവുകയാണ്. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ പെൽവിസ് റീജിയൻ. അപ്പം എന്താണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ലൊക്കേറ്റ് ചെയ്യുന്നത്, പെൽവിക് റീജിയനിലാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പെയർസ് ഓഫ് ടെസ്റ്റിസ്, accessory ducts, glands and external genitalia. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ ചേർന്നതാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്, ഒരു പെയർ ഓഫ് ടെസ്റ്റിസ് ഉണ്ടായിരിക്കും, 2 ടെസ്റ്റിസ് ഉണ്ടായിരിക്കും, പിന്നെ അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള കുറെ accessory ductsഉം ഗ്ലാൻസും പിന്നെ എക്സ്റ്റേണൽ ജെനിറ്റേലിയയും, ഇത്രയും ഭാഗങ്ങളാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഭാഗമായിട്ടുള്ള ടെസ്റ്റിസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, testes are situated outside the abdominal cavity within a pouch called scrotum. അപ്പൊ സ്കോട്രം എന്ന ഒരു പൗച്ചിലാണ് എന്ത് പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ടെസ്റ്റിസ് എന്ന് പറയുന്ന ആ ഒരു മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള ആ ഒരു പാർട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ എവിടെയാണ്, ഒരു സ്കോട്രം എന്ന് പറയുന്ന ഒരു പൗച്ചിലാണ്. ഓക്കെ, അപ്പൊ ടെസ്റ്റിസ് ആർ സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി വിത്തിൻ എ പൗച്ച് കാൾഡ് സ്കോട്രം. സ്കോട്രം എന്ന് പറയുന്ന ഒരു പൗച്ചിലാണ് അത് പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്. ഈ സ്കോട്രത്തിന്റെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോയിന്റ് ആണ്, ഈ സ്കോട്രം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ലോ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്, സ്പെർമാറ്റോജെനസിന് ആവശ്യമായിട്ടുള്ള ഒരു ലോ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് സ്കോട്രം ആണ്. ഇപ്പൊ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു 29 ഡിഗ്രി സെൽഷ്യസ് അത്രയൊക്കെയാണ്. അപ്പോ ഇവിടെ എന്ന് പറയുന്നത് എത്രയാണ്, നമ്മുടെ സാധാ ബോഡി 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ ആ ഒരു 37 ഡിഗ്രി സെൽഷ്യസിനെക്കാളും എന്താണ്, ഒരു 2.5 ഡിഗ്രി സെൽഷ്യസ് കുറവായിരിക്കും ഏത്, നമ്മുടെ സ്കോട്രത്തിനകത്തുള്ള ആ ഒരു ടെമ്പറേച്ചർ എന്ന്, മനുഷ്യന്റെ സ്കോട്രത്തിനകത്തുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ സ്കോട്രം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നു, അവരൊരു ലോ ടെമ്പറേച്ചർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളെ നോർമൽ ബോഡി ടെമ്പറേച്ചറിനെക്കാളും ഒരു 2.5 ഡിഗ്രി സെൽഷ്യസോ കുറവായിട്ടുള്ള ഒരു ബോഡി ടെമ്പറേച്ചർ ആണ് സ്കോട്രം. അതെന്തിനു വേണ്ടിയിട്ടാണ്, ആ ഒരു ബോഡി ടെമ്പറേച്ചർ ആണ് സ്പെർമാറ്റോജെനസിസ് എന്ന് പറയുന്ന പ്രോസസിന് വേണ്ടിയിട്ട് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ആ ഒരു ബോഡി ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ടെസ്റ്റിസ് ലൊക്കേറ്റ് ചെയ്യുന്ന ആ ഒരു പൗച്ച് ആയിട്ടുള്ള സ്കോട്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ടെസ്റ്റിസിന്റെ ഷേപ്പ് ആണ് ഓവൽ ഷേപ്പ്, ലെങ്ത് 4 to 5 സെന്റിമീറ്റർ ആണ്, വിഡ്ത്ത് 2 to 3 സെന്റിമീറ്റർ, പൊസിഷൻ വിത്തിൻ ദ സ്കോട്രം. ഓക്കെ, നെക്സ്റ്റ് ഈ ടെസ്റ്റിസ് എന്താണ്, ഒരു ഡെൻസ് ആയിട്ടുള്ള ഒരു കവറിംഗ് കൊണ്ട് അതിനെ ഫുള്ളി കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ ടെസ്റ്റിസും
ഓരോ ടെസ്റ്റിസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനെ ഒരു 250 കമ്പാർട്ട്മെന്റ്സ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇതൊരു ടെസ്റ്റിസ് ആണെങ്കിൽ അതിന് എന്താണ് ഒരുപാട് കമ്പാർട്ട്മെന്റ്സ് ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ടെസ്റ്റിസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈച്ച് ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ് കണ്ടെയ്ൻ 1 to 3 ഹൈലി കോയിൽഡ് സെമിനിഫറസ് ട്യൂബ്യൂൾസ്. ഇനി ആ ഓരോ കമ്പാർട്ട്മെന്റ്സിനകത്തും ഒരുപാട് ഭയങ്കരമായിട്ടും കോയിൽഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ കാണും. ആ ഓരോ കോയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനെയും പറയുന്ന പേരാണ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ടെസ്റ്റിസ് എന്ന് പറയുന്ന ഒരു കവറിംഗ് ആണ്. ഒരു കവറിംഗ് കൊണ്ട് അതിനെ കവർ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഓരോ ടെസ്റ്റിസിനെയും എന്ത് ചെയ്യുന്നുണ്ട്, കുറെ സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്ന് പറയുന്ന ഒരു ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചർ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. അതിനെ പറയുന്ന പേരാണ് എന്ത്, സെമിനിഫറസ് ട്യൂബ്യൂൾസ്. ഓക്കെ, അപ്പോൾ ഓരോ ടെസ്റ്റിസിനെയും നമ്മൾ കുറെ കമ്പാർട്ട്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് ഓരോന്നിനെയും പറയുന്ന പേരാണ് ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ്. ആ ഓരോ ടെസ്റ്റിക്കുലർ ലോബ്യൂൾസിനുള്ളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനുള്ളിൽ എന്താണ്, ഹൈലി കോയിൽഡ് ആയിട്ടുള്ള കുറെ സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ആ ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് എന്ത്, സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്നാണ് പറയുന്നത് കേട്ടോ, സെമിനിഫറസ് ട്യൂബ്യൂൾസ്. ആ സെമിനിഫറസ് ട്യൂബ്യൂൾസിനുള്ളിലാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈച്ച് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഈസ് ലൈൻഡ് on its inside by 2 types of cells called male germ cells and Sertoli cells. അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞു, അപ്പോൾ ഓരോ ടെസ്റ്റിസ് നമ്മൾ എടുക്കുകയാണെങ്കിലും അതിനെ ഒരുപാട് കമ്പാർട്ട്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഓരോ കമ്പാർട്ട്മെന്റ്സിനകത്തും ഒരുപാട് ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കും. അതിനെ പറയുന്ന പേര് സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്നായിരുന്നു. ആ സെമിനിഫറസ് ട്യൂബ്യൂൾസിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ സെമിനിഫറസ് ട്യൂബ്യൂൾസിനെ കവർ ചെയ്ത് അതിന്റെ ഔട്ടർ സൈഡിൽ കുറെ സെൽസ് ഉണ്ടാവും, അതിന്റെ ഇന്നർ സൈഡിലും ഒരു സെൽസ് ഉണ്ടാവും. അപ്പോൾ അതിന്റെ ഇൻസൈഡ് ആ സെമിനിഫറസ് ട്യൂബിൾസിന്റെ അകംഭാഗം കവർ ചെയ്തിരിക്കുന്നത് 2 തരത്തിലുള്ള സെല്ല് കൊണ്ടാണ് ഇൻസൈഡ് ലൈൻ ചെയ്തിട്ടുള്ളത്. ആ സെൽസിനെ പറയുന്ന പേരാണ് മെയിൽ ജേം സെൽസ് എന്നും സെർട്ടോളി സെൽസ് എന്നും. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്, സെമിനിഫറസ് ട്യൂബിൾസിന്റെ ഇൻസൈഡിൽ 2 തരത്തിലുള്ള സെൽസ് ഉണ്ട്. ഏതൊക്കെയാണ്, മെയിൽ ജേം സെൽസും അതുപോലെ തന്നെ സെർട്ടോളി സെൽസും. ഈ മെയിൽ ജേം സെൽസിനെ പറയുന്ന പേരാണ് സ്പെർമാറ്റോഗോണിയ. ഓക്കെ, സ്പെർമാറ്റോഗോണിയ എന്നാണ് ആ ഒരു സെല്ലിനെ പറയുന്ന പേര്. ഓക്കെ, അപ്പൊ മെയിൽ ജേം സെൽസിന്റെ മറ്റൊരു പേര് ചോദിക്കുകയാണെങ്കിൽ എന്താണ്, സ്പെർമാറ്റോഗോണിയ ആണ് കേട്ടോ, സ്പെർമാറ്റോഗോണിയ. അതുപോലെ തന്നെ സെർട്ടോളി സെൽസ് എന്ന് പറയുന്ന മറ്റൊരു തരം സെല്ലും ആ ഒരു സെമിനിഫറസ് ട്യൂബിൾസിന്റെ ഇൻസൈഡ് ഉണ്ട്. The male germ cells undergo meiotic division finally leading to the sperm formation. ഇതിനുള്ളില് നമ്മുടെ ഈ ഒരു മെയിൽ ജേം സെൽസ് ആണ് എന്ത് ചെയ്യുന്നത്, പിന്നെ ഡിവിഷൻ നടന്ന് നമുക്കറിയാം മിയോസിസ് എന്ന് പറയുന്ന ആ ഒരു ഡിവിഷൻ നടന്നിട്ട് സ്പേംസ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഈ ഒരു സെൽ എന്ത് ചെയ്യുന്നു, ഡിവിഷൻ നടന്ന് പിന്നെ എന്തായിട്ട് മാറുന്നു, സ്പേംസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സ്പെർമാറ്റോഗോണിയ അല്ലെങ്കിൽ മെയിൽ ജേം സെൽസ് ആണ് എന്തായിട്ട് മാറുന്നത്, സ്പേംസ് ആയിട്ട് മാറുന്നത്. എന്നാൽ ഈ സെർട്ടോളി സെൽസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മെയിൽ ജേം സെൽസ് വളർന്ന് എന്തായിട്ട് മാറുന്നു, അല്ലെങ്കിൽ മിയോട്ടിക് ഡിവിഷൻ സംഭവിച്ചാണ് അവർ സ്പേംസ് ആയിട്ട് മാറുന്നത്. ആ വളരുന്ന ആ ഒരു സ്പേംസിന് ആവശ്യമായിട്ടുള്ള നറിഷ്മെന്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ന്യൂട്രിയൻസും ബാക്കിയുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്, നമ്മുടെ സെർട്ടോളി സെൽസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ റീജിയൻ ഔട്ട്സൈഡ് ദ സെമിനിഫറസ് ട്യൂബിൾസ്. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞത് സെമിനിഫറസ് ട്യൂബിൾസിന്റെ അകംഭാഗത്ത് 2 തരത്തിലുള്ള സെൽസ് ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു, മെയിൽ ജേം സെൽസും സെർട്ടോളി സെൽസും. ഈ മെയിൽ ജേം സെൽസ് എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു, മിയോട്ടിക് ഡിവിഷൻ സംഭവിച്ച് എന്തായിട്ട് മാറുന്നു, സ്പേംസ് ആയിട്ട് മാറുന്നു. സെർട്ടോളി സെൽസ് ഈ മെയിൽ ജേം സെൽസിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു എന്നും പറഞ്ഞു. പക്ഷേ അതിന്റെ ഇനി സെമിനിഫറസ് ട്യൂബിൾസിന്റെ ഔട്ട്സൈഡും എന്തുണ്ട്, ഒരു സെല്ലുണ്ട്. ആ സെല്ലിനെ പറയുന്ന പേരാണ് ഇന്റർസ്റ്റീഷ്യൽ സെൽസ്. ഓക്കെ, ഇന്റർസ്റ്റീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലെയ്ഡിക് സെൽസ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇന്റർസ്റ്റീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലെയ്ഡിക് സെൽസ്, ഈ ലെയ്ഡിക് സെൽസ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ മെയിൽ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന. മെയിൽ ഹോർമോൺസിനെ കോമൺലി അറിയപ്പെടുന്ന പേരാണ് ആൻഡ്രോജൻസ് അല്ലെ. ആൻഡ്രോജൻസ്, ഈ ആൻഡ്രോജൻ ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ ആണ് മെയിൽ ഹോർമോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ടെസ്റ്റോസ്റ്റിറോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്, ഈ ഒരു ലെയ്ഡിക് സെൽസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മള് ലോവർ ക്ലാസ്സസിലൊക്കെ നമുക്കറിയാം ടെസ്റ്റിസ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചു. അല്ലെങ്കിൽ സ്പേംസ് ആണെങ്കിലും മെയിൽ ഹോർമോൺസ് ആണെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടെസ്റ്റിസ് ആണ്. പക്ഷെ ഇപ്പൊ എന്താണ്, കുറെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ഓരോ സ്ട്രക്ചർ നമ്മൾ പഠിക്കുകയാണ്. ആ ഒരു ടെസ്റ്റിസിനുള്ളിൽ ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ് ഉണ്ട്, അതിനുള്ളിൽ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ട്. ആ സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ഉള്ളിൽ എന്താണ് 2 തരത്തിലുള്ള സെൽസ് ഉണ്ടെന്ന് പറഞ്ഞു, മെയിൽ ജേം സെൽസും സെർട്ടോളി സെൽസും. ആ മെയിൽ ജേം സെൽസ് ആണ് മിയോട്ടിക് ഡിവിഷൻ സംഭവിച്ച് സ്പേംസ് ആയിട്ട് മാറുന്നു.
സെർട്ടോളി സെൽസ് നറിഷ്മെന്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഇനി ഇതിന്റെ പുറം ഭാഗത്ത് ഔട്ട്സൈഡിൽ ലൈൻ ചെയ്തിട്ടുള്ള ഒരു സെൽസിനെ പറയുന്ന പേരാണ് ലൈഡിക് സെൽസ്. ഈ ലൈഡിക് സെൽസ് എന്താ ചെയ്യുന്നത്? നമ്മുടെ മെയിൽ ഹോർമോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനെ പറയുന്ന പേര് ആൻഡ്രോജൻസ് എന്നാണ്. ഓക്കെ, ആൻഡ്രോജൻസ്. അപ്പൊ ഈ മെയിൽ ഹോർമോൺസ് ആണ് ബാക്കിയുള്ള മെയിൽസിന്റെ എല്ലാ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് മെയിൽ ഹോർമോൺസ് ആയ ഈ ആൻഡ്രോജൻസ് ആണ്, അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ടെസ്റ്റിസിനെ കുറിച്ച് പറഞ്ഞത്. നെക്സ്റ്റ് പാർട്ടാണ് അക്സസറി ഡക്സ് എന്ന് പറയുന്ന ഒരു പാർട്ട്. അപ്പൊ അക്സസറി ഡക്സിനകത്ത് ഉള്ളത് ആരൊക്കെയാണ് എന്നുള്ളത് നോക്കാം. റീറ്റി ടെസ്റ്റിസ്, വാസ ഇഫ്രൻഷ്യ, എപ്പിഡൈഡിമിസ് ആൻഡ് വോസ് ഡിഫറൻസ്. ഇത്രയുമാണ് ഇതിന്റെ ഉള്ളത്. ഇത് കറക്റ്റ് ഓർഡറിൽ തന്നെ പഠിച്ചു വെച്ചിരിക്കുക. എന്താണ്? റീറ്റി ടെസ്റ്റിസ്, വാസ ഇഫ്രൻഷ്യ, എപ്പിഡൈഡിമിസ് ആൻഡ് വോസ് ഡിഫറൻസ്. ഇത്രയുമാണ് ഏത് മെയിൽ അക്സസറി ഡക്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ സെമിനിഫറസ് ട്യൂബിൾസ് നമ്മൾ നേരത്തെ പറഞ്ഞു, അതെന്താണ്? നേരെ ഓപ്പൺ ചെയ്യുന്നത് വാസ ഇഫ്രൻഷ്യ ത്രൂ റീറ്റിയ ടെസ്റ്റിസ്. അപ്പോൾ റീറ്റിയ ടെസ്റ്റിസ് വഴി എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത്? വാസ ഇഫ്രൻഷ്യയിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ടെസ്റ്റിസിന്റെ ഉള്ളിൽ തന്നെ ഉള്ള ഇറഗുലർ കുറച്ച് ക്യാവിറ്റീസ് ആണ് കേട്ടോ, കുറച്ച് സ്പേസസ് ആണ് ഈ എന്താണ് റീറ്റേ ടെസ്റ്റിസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗങ്ങൾ. അപ്പോൾ ഇത് നേരെ ഓപ്പൺ ചെയ്യുന്നത് ഏത് വഴിയാണ്? റീറ്റേ ടെസ്റ്റിസ്, വാസ ഇഫ്രൻഷ്യ വഴി റീറ്റേ ടെസ്റ്റിസിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഓപ്പൺ ചെയ്യുന്നത്. അത് നേരെ ഓപ്പൺ ചെയ്യുന്നത് എപ്പിഡൈഡിമിസ് എന്ന് പറയുന്ന ഒരു ഭാഗത്തിലേക്കാണ്. എപ്പിഡൈഡിമിസ് നേരെ വോസ് ഡിഫറൻസിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഞാൻ ഓർഡറിൽ പഠിക്കാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ റീറ്റേ ടെസ്റ്റിസ് നേരെ വോസ ഇഫ്രൻഷ്യ വഴി ഇങ്ങനെ എപ്പിഡൈഡിമിസ് വഴി നേരെ വാസ് ഡിഫറൻസിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, ഇനി വോസ് ഡിഫറൻസിലേക്ക് എത്തുമ്പോൾ വോസ് ഡിഫറൻസിന് എന്താണ്? യുറേത്രയിൽ നിന്നും കൂടെ എന്ത് ചെയ്യുന്നു? ഒരു ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു യുറേത്രയിൽ നിന്നും കൂടെ ഒരു ഡക്ട് അവർ സ്വീകരിക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ തമ്മിൽ എന്താണ്? ഒരു കോമൺ ഡക്ട് വഴിയാണ് എന്താണ് പുറത്തേക്ക് പോകുന്നത്. These ducts stores and transport the sperms from the testis to the outside through urethra. അപ്പോൾ ഈ ഒരു ഡക്ട്സ് എന്താ ചെയ്യുന്നത്? സ്പേംസിന്റെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടും അതിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും അവർ ആ ഒരു ഡക്ട് എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. എന്നിട്ട് ആ ഒരു ഡക്റ്റിനകത്തുള്ള സ്പേംസ് ആണെങ്കിലും യൂറിൻ ആണെങ്കിലും പുറത്തോട്ട് പോകുന്നത് എന്താണ്? യുറേത്ര എന്ന് പറയുന്ന അല്ലെങ്കിൽ യുറേത്ര വഴി പുറത്തുള്ള ഓപ്പണിംഗ് വഴിയാണ് ഔട്ട്സൈഡിലേക്ക് പോകുന്നത്. ഓക്കെ, urethra originates from the urinary bladder and extend through the penis to its external opening called urethral meatus. അപ്പോൾ യുറേത്ര പിന്നെ എന്ത് ചെയ്യുന്നു? ഒറിജിനേറ്റ്സ് ഫ്രം യൂറിനറി ബ്ലാഡർ എന്ന് പറയുന്ന ആ ഒരു പാർട്ടിൽ നിന്നാണ് യുറേത്ര വരുന്നത്. അവിടെ നിന്ന് പിന്നെ എന്ത് ചെയ്യുന്നു? യുറേത്രൽ മീറ്റസ് എന്ന് പറയുന്ന ഒരു ഔട്ട്സൈഡ് ഓപ്പണിംഗ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഇത് പുറത്തോട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ആ ഒരു മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ആ ഒരു ഏതാണ് നമ്മുടെ അക്സസറി ഡക്സിൽ വരുന്ന ഭാഗങ്ങൾ. ഓക്കെ ഓക്കെ അപ്പോ സെമിനിഫറസ് ട്യൂബിൾസ് തൊട്ടാണ് നമ്മൾ തുടങ്ങിയത് അല്ലെ. ഇപ്പൊ സെമിനിഫറസ് ട്യൂബിൾസ് വഴി പിന്നെ എങ്ങോട്ടാണ് വരുന്നത്? റീറ്റേ ടെസ്റ്റിസ് ആണ്. ആ ഒരു റീറ്റേ ടെസ്റ്റിസ്, നെക്സ്റ്റ് വാസ് ഇഫ്രൻഷ്യ, പിന്നെ എപ്പിഡൈഡിമിസ്, വാസ് ഡിഫറൻസ്, പിന്നെ ഇജാക്കുലേറ്ററി ഡക്ട്, അവിടെ നിന്ന് യുറേത്ര, യൂറിനറി ബ്ലാഡറിന്റെ അവിടെ നിന്ന് യുറേത്ര സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെന്താണ്? യുറേത്രൽ മീറ്റസ്. ഇത്രയുമാണ് ആ ഭാഗങ്ങൾ. അപ്പൊ യുറേത്രൽ മീറ്റസ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഓപ്പണിംഗ് ആണ്. അപ്പൊ എക്സ്റ്റേണൽ ഓപ്പണിംഗ് വഴിയാണ് യൂറിൻ ആണെങ്കിലും സ്പേംസ് ആണെങ്കിലും പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് എക്സ്റ്റേണൽ ജെനിറ്റീലിയ. എക്സ്റ്റേണൽ ജെനിറ്റീലിയ എന്ന് പറയുന്നത് പെനിസ് ആണ് കേട്ടോ. അപ്പോൾ മെയിൽസിന്റെ എക്സ്റ്റേണൽ ജെനിറ്റീലിയ എന്ന് പറയുന്നത് എന്താണ്? പെനിസ് ആണ്. പെനിസ് ഈസ് ദ മെയിൽ എക്സ്റ്റേണൽ ജെനിറ്റീലിയ. അതെന്ന് പറയുന്ന ഒരു സോഫ്റ്റ് സ്പോഞ്ചി ടിഷ്യൂസ് കൊണ്ടാണ് നമ്മുടെ പെനിസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണ്? ഇൻസെമിനേഷന് വേണ്ടി സഹായിക്കുന്നത്. നമ്മുടെ ഇൻസെമിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ട്രാൻസ്ഫർ ഓഫ് സ്പേംസ് ടു ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് അല്ലെ. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലോ വജൈന ഓഫ് ദ ഫീമെയിൽസിലോ ഒക്കെ ഈ ഒരു എന്താണ് സ്പേംസിനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് നടത്തുന്നത് ആരാണ്? മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനകത്ത് വരുന്ന പെനിസ് എന്ന് പറയുന്ന ഒരു പാർട്ടാണ് ഈ ഒരു ഇൻസെമിനേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. എൻലാർജ്ഡ് എൻഡ് ഓഫ് പെനിസ് ഈസ് കാൾഡ് ഗ്ലാൻസ് പെനിസ്. അപ്പം ഈ ഒരു പെനിസിന്റെ ടിപ്പിൽ എന്തുണ്ട്? ഒരു എൻലാർജ്ഡ് എൻഡ് ഉണ്ട്. ആ ഒരു എൻലാർജ്ഡ് എൻഡിനെ പറയുന്ന പേരാണ് ഗ്ലാൻസ് പെനിസ് എന്നും. അതെന്താണ്? ഒരു ലൂസ് ഫോൾഡ് ഓഫ് ടിഷ്യൂ കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? കവർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ടിഷ്യൂവിനെ പറയുന്ന പേരാണ് ഫോസ്കിൻ. ഓക്കെ, ഫോസ്കിൻ. നെക്സ്റ്റ് വൺ അക്സസറി ഡക്സ്. അക്സസറി ഡക്സിനകത്ത് എന്തൊക്കെയാണുള്ളത്? പെയർഡ് സെമിനൽ വെസിക്കിൾസ് ഉണ്ടാവും, പിന്നെ ഒരു പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡും, പിന്നെ ഒരു പെയർഡ് ബൾബോ യുറേത്രൽ ഗ്ലാൻഡും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചേർന്നതാണ് അക്സസറി ഡക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അക്സസറി ഡക്സ് ഏതൊക്കെ ചേർന്നതാണ്? പെയർഡ് സെമിനൽ വെസിക്കിൾസും, എ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആൻഡ് എൻ ബൾബോ
യുറേത്രൽ ഗ്ലാൻഡ്. അപ്പൊ ഇത് പെയർഡ് ആണ് കേട്ടോ. പെയർഡ് ആയിട്ടുള്ള ബൾബോ യുറേത്രൽ ഗ്ലാൻഡും പെയർഡ് സെമിനൽ വെസിക്കിൾസും പിന്നെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡും കൂടെ ചേർന്നതാണ് ആക്സസറി ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്ലാൻഡ്സ് എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം എന്താണ്, കുറെ സെക്രീഷൻസ് അവര് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ 3 ഗ്ലാൻഡ്സിന്റെയും കൂടെ സെക്രീഷൻസിനെ എല്ലാം കൂടെ ചേർന്ന് നമ്മൾ പറയുന്ന പേരാണ് സെമിനൽ പ്ലാസ്മ. ഓക്കെ, അപ്പോൾ ഇവരുടെ ഈ ഗ്ലാൻഡ്സിന്റെ 3 അവരെല്ലാവരും ഓരോ സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ സെക്രീഷൻസിനെ എല്ലാം കൂടെ ചേർന്നാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെമിനൽ പ്ലാസ്മ എന്ന് പറയുന്നത്. അപ്പൊ ഈ സെമിനൽ പ്ലാസ്മയിൽ ഒരുപാട് ഫ്രക്ടോസും കാൽഷ്യവും ഒരുപാട് എൻസൈംസും ഒക്കെ റിച്ച് ആയിട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ ദി സെമിനൽ പ്ലാസ്മ ഈസ് റിച്ച് ഇൻ എന്തൊക്കെ ഉണ്ടാവും, ഫ്രക്ടോസും കാൽഷ്യവും ഒരുപാട് സർട്ടൻ എൻസൈംസും ഒക്കെ ഈ ഒരു സെമിനൽ പ്ലാസ്മയ്ക്കകത്തുണ്ട്. അപ്പോൾ ഈ ഒരു ബൾബോ യുറേത്രൽ ഗ്ലാൻഡ്സിന്റെ ഈ ഒരു സെക്രീജൻസ് ആണ് ഈ പെനിസിന്റെ ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നത് കേട്ടോ. അപ്പോൾ പെനിസിന്റെ ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നത് ബൾബോ യുറേത്രൽ ഗ്ലാൻഡ്സിന്റെ അല്ലെങ്കിൽ ഈ 3 ഗ്ലാൻഡ്സ്. നമ്മൾ ഏതൊക്കെയായിരുന്നു 3 ഗ്ലാൻഡ്സ് പറഞ്ഞത്, ബൾബോ യുറേത്രൽ ഗ്ലാൻഡ്സ്, അതുപോലെ തന്നെ സെമിനൽ വെസിക്കിൾസ്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. അപ്പോൾ ഈ 3 ഗ്ലാൻഡ്സിന്റെയും കൂടെ സെക്രീഷൻസ് ആണ് പെനിസിന്റെ ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സെമിനൽ പ്ലാസ്മയ്ക്കകത്ത് എന്തുണ്ട്, എലോങ് വിത്ത് സ്പേം, ആ സെമിനൽ പ്ലാസ്മയും സ്പേമും കൂടെ ചേർന്നാണ് നമ്മൾ സെമൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ സെമിനൽ പ്ലാസ്മ പ്ലസ് സ്പേംസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെമൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇതായി എഴുതിയിട്ടുള്ളത്. ഓക്കെ, സെമിനൽ പ്ലാസ്മ പ്ലസ് സ്പേം ഈസ് സെമൻ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഓവർവ്യൂ ആണ് കേട്ടോ. സെമിനിഫറസ് ട്യൂബിൾസിനുള്ളിൽ ഇൻസൈഡും സെൽസ് ഉണ്ട്, ഔട്ട്സൈഡും സെൽസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇൻസൈഡ് ആയിട്ടുള്ള സെൽസ് മെയിൽ ജേം സെൽസ്, അത് മിയോട്ടിക് ഡിവിഷൻ നടന്ന് എന്തായിട്ട് മാറുന്നു, സ്പേംസ് ആയിട്ട് മാറുന്നു. സെർട്ടോളി സെൽസിനാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു, ഇവർക്ക് ആവശ്യമായിട്ടുള്ള നറിഷ്മെന്റ്സ് കൊടുക്കുന്നു. ഓക്കെ, ഇത്രയുമാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അപ്പൊ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നമ്മൾ എന്താണ്, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് മെയിൽസിന്റെ എന്താണ് റീപ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള ഹോർമോൺസും അവരുടെ മെയിൽ ഗ്യാമീറ്റ് ആയിട്ടുള്ള സ്പേംസും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സിസ്റ്റത്തിനകത്ത് പ്രധാനമായിട്ടും എന്തുണ്ട്, പെയർ ഓഫ് ടെസ്റ്റിസ് ഉണ്ട്, 2 ടെസ്റ്റിസ് ഉണ്ടാവും. പിന്നെ എന്താണ്, അസറി ഡക്സും ഗ്ലാൻഡ്സും എക്സ്റ്റേണൽ ജെനിറ്റേലിയും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ടെസ്റ്റിസ് എന്ന് പറയുന്നത് മെയിൽസിനകത്തുള്ള പ്രൈമറി സെക്സ് ഓർഗൻ ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്, ടെസ്റ്റിസ് ആണ്. അപ്പോൾ ഈ പ്രൈമറി സെക്സ് ഓർഗൻ ഇൻ മെയിൽസ് എന്ന് ടെസ്റ്റിസിനെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ബിക്കോസ് അവരാണ് മെയിൽ ഗ്യാമീറ്റ് ആയിട്ടുള്ള സ്പേംസിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെയിൽ ഹോർമോൺസ് ആയിട്ടുള്ള ആൻഡ്രോജൻസും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടെസ്റ്റിസ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ടെസ്റ്റിസിനെ എന്തെന്ന് അറിയപ്പെടാൻ കാരണം, പ്രൈമറി സെക്സ് ഓർഗൻ ഇൻ മെയിൽസ് എന്ന് അറിയപ്പെടാൻ കാരണം. അപ്പൊ ആ 2 പോയിന്റ്സ് ഓർത്ത് വെക്കുക. എന്താണ്, മെയിൽസിന്റെ എന്താണ് മെയിൽ ഗ്യാമീറ്റ് ആയിട്ടുള്ള സ്പേംസും പ്ലസ് മെയിൽ ഹോർമോൺസ് ആയിട്ടുള്ള ആൻഡ്രോജൻസും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദാറ്റ്സ് വൈ testis is known as primary sex organ in males. Okay, next നമ്മൾ പറഞ്ഞു അതിനൊരു സ്കോട്രം എന്ന് പറയുന്ന ഒരു അതിലാണ് പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്. ആ സ്കോട്രം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബോഡി ടെമ്പറേച്ചറിനെക്കാളും 37 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എങ്കിൽ എന്താണ്, അതിനേക്കാളും 1-2 ഡിഗ്രി സെൽഷ്യസ് കുറവായിരിക്കും സ്കോട്രത്തിനകത്തുള്ള ടെമ്പറേച്ചർ. ദാറ്റ് മീൻസ് ആ ഒരു ടെമ്പറേച്ചർ ആണ് എന്തിനു വേണ്ടി സഹായിക്കുന്നത്, നമ്മുടെ സ്പെർമാറ്റോജെനസിസിന് ആവശ്യമായിട്ടുള്ള ഒരു എന്താണ് ഒരു ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുന്നത്, വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഒരു സ്കോട്രമാണ്. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ ലെങ്തും കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ പറഞ്ഞു ടെസ്റ്റിസിന് എന്താണ് കുറെ കമ്പാർട്ട്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ കമ്പാർട്ട്മെന്റ്സിനെ പറയുന്ന പേര് ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ് എന്നായിരുന്നു. ആ ഓരോ ടെസ്റ്റിക്കുലർ ലോബ്യൂൾസിനുള്ളിലും ഭയങ്കരമായിട്ടും 1 to 3 ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. ആ ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനെ പറയുന്ന പേരാണ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്നാണ് പറയുന്നത്. ആ ഓരോ സെമിനിഫറസ് ട്യൂബിൾസ് എടുത്ത് നോക്കുകയാണെങ്കിലും അതിന്റെ പുറം ഭാഗവും അകംഭാഗവും കുറച്ച് സെൽസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇൻസൈഡ് ആണെങ്കിൽ 2 തരത്തിലുള്ള സെൽസ് ഉണ്ട്. അതിലൊന്ന് നമ്മൾ പറഞ്ഞു മെയിൽ ജേം സെൽസ്, മറ്റൊരു പേരാണ് എന്ത്, സ്പെർമാറ്റോഗോണിയ. രണ്ടാമത്തെ സെൽസ് എന്താണ്, സെർട്ടോളി സെൽസ് ആണ്. ഈ മെയിൽ ജേം സെൽസ് അല്ലെങ്കിൽ സ്പെർമാറ്റോഗോണിയക്ക് എന്ത് നടക്കുന്നു, മിയോട്ടിക് ഡിവിഷൻ, മിയോസിസ് എന്ന് പറയുന്ന ഡിവിഷൻ നടന്നിട്ട് അവരെന്തായിട്ട് മാറുന്നു, സ്പേംസ് ആയിട്ട് മാറുന്നു. ഇനി ഇതിനകത്തുള്ള തന്നെ സെർട്ടോളി സെൽസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ അല്ലെങ്കിൽ ഈ ഉണ്ടാവുന്ന ഈ ഒരു സ്പെർമാറ്റോഗോണിയയിൽ നിന്നും എന്തുണ്ടാവുന്നു, സ്പേംസ് ആയിട്ട് മാറുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ സ്പേംസിന് ആവശ്യമായിട്ടുള്ള നറിഷ്മെന്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് സെർട്ടോളി സെൽസ് ആണ്. ഇനി നമ്മൾ പറയുന്നത് എന്താണ്, ഇതിന്റെ പുറം ഭാഗത്ത് ഇൻഡസ്ട്രീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലെയ്ഡിക് സെൽസ് ഉണ്ട്. ഈ ലെയ്ഡിക് സെൽസ് ആണ് എന്ത് ചെയ്യുന്നത്, മെയിൽ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, പിന്നെ നമ്മൾ അസറി ഡക്സിനെ പറ്റി പറഞ്ഞു. അസറി ഡക്സ് ഈ ഒരു അതേ ഓർഡറിൽ തന്നെ പഠിച്ചു വെച്ചിരിക്കാൻ ഞാൻ പറഞ്ഞു. എന്താണ്, റീറ്റേ ടെസ്റ്റിസ്, വാസ ഇഫ്രൻഷ്യ, എപ്പിഡൈഡിമിസ്, വാസ് ഡിഫറൻസ്,
ഇങ്ങനെ ആ ഒരു കറക്റ്റ് ഓർഡറിൽ തന്നെ അത് പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ. Seminiferous tubules, rete testis, vasa efferentia, epididymis, vas deferens, ejaculatory duct, പിന്നെ യുറേത്ര, പിന്നെന്താണ് യുറേത്രൽ മീറ്റസ്. ഇങ്ങനെയാണ് അവരുടെ ആ ഒരു ഭാഗത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സ്റ്റേണൽ ജെനിറ്റേലിയയിൽ വരുന്നത് എന്താണ്? പെനിസ് ആണ് എക്സ്റ്റേണൽ ജെനിറ്റേലിയയിൽ വരുന്നത്. ആ എക്സ്റ്റേണൽ ജെനിറ്റേലിയ പെനിസ് എന്തിനു വേണ്ടി സഹായിക്കുന്നു? ഇൻസെമിനേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പിന്നെ ഉള്ളതാണ് നമ്മുടെ അക്സസറി ഗ്ലാൻസ്. അക്സസറി ഗ്ലാൻസിനകത്ത് 3 ടൈപ്സ് ഗ്ലാൻസ് ഉണ്ട്. ഇവരൊക്കെ ഓരോ സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവരെ എല്ലാവരുടെയും കൂടെ സെക്രീഷൻസിനെ പറയുന്ന പേര് സെമിനൽ പ്ലാസ്മ എന്നാണ്. ഈ സെമിനൽ പ്ലാസ്മയും സ്പേംസും കൂടെ ചേർന്ന് നമ്മൾ സെമൻ എന്നറിയപ്പെടുന്നു. ഈ സെമൻ എന്ത് ചെയ്യുന്നു? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ യുറേറ്റർ മീറ്റസിലൂടെയാണ് പുറത്തോട്ട് പോകുന്നത്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനകത്ത് പറയുന്നത്. അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. താങ്ക് യു.